അസ്സലാമലൈക്കും. അപ്പോൾ എഗെയിൻ ഒരു കന്യാകുമാരി വ്ളോഗാണ് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ തന്നെ പുറപ്പെട്ടു. സൺറൈസൊക്കെ കാണാൻ വേണ്ടിയാണ് ഇറങ്ങിയത്. പക്ഷെ രാവിലെ തൊട്ട് വെളുപ്പിന് തൊട്ട് നല്ല മഴ ആയതുകൊണ്ട് സൺറൈസ് ഒന്നും കാണാൻ പറ്റിയില്ല. എന്താണല്ലോ അവിടെ വന്ന് ഇറങ്ങി. നമ്മളൊരു 5 മണിക്ക് ഇറങ്ങിയിട്ട് ഇവിടെ ഒരു 7-7:30 ആയപ്പോൾ എത്തി കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഫാസു ഉണ്ട്, മാമിയും മാംസ ഉണ്ട്, പിന്നെ ഷൈദാമ്മ, ഉമ്മച്ചി, വാപ്പച്ചി, ഫഹദ്, ഇക്കക്ക, ഞങ്ങൾ ഇത്രയും പേരാണ് കേട്ടോ പോയത്. അങ്ങനെ അവിടെ കയറി ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് ഷോപ്പിങ്ങൊക്കെ നോക്കി. കുറേ കടകളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കറങ്ങി നടന്ന് കണ്ട് ബോട്ടിങ്ങിന് പോകാൻ നോക്കിയപ്പോൾ ഇതാ അങ്ങ് വരെ ക്യൂ ആണ് കേട്ടോ. അപ്പോൾ ആ ക്യൂവിൽ നിന്നാൽ ഇന്ന് എങ്ങും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ സ്പെഷ്യൽ ടിക്കറ്റ് എടുത്ത് കയറാമെന്ന് വിചാരിച്ചു. അത് റേറ്റ് ഇച്ചിരി കൂടുതലാണ്, ഇച്ചിരി അല്ല നല്ല കൂടുതലായിരുന്നു. എന്നാലും നമ്മൾ അങ്ങനെ ആ സ്പെഷ്യൽ ടിക്കറ്റ് എടുത്ത് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെയും കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ദൂരെ അപ്പുറത്തുള്ള ഈ ഒരു അമ്പലവും വിവേകാനന്ദ പാറയൊക്കെ കാണാൻ പറ്റും. അങ്ങോട്ടാണ് നമ്മൾ ബോട്ടിൽ പോകുന്നത്. ഇത് ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ നമ്മൾ ബോട്ടിൽ പോയിട്ട് വേണം അവിടെ ചെല്ലാൻ. അതൊരു ഐലൻഡ് പോലെയാണല്ലോ. അപ്പം അവിടെ എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മുടെ ബോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നടന്നിറങ്ങിയിട്ട് കുറേ ആൾക്കാരുണ്ട് കയറാൻ, നല്ല ക്യൂ ആണ്. അപ്പോൾ ബോട്ടിൽ കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ആ ബോട്ട് വന്ന് നിർത്തിയിട്ട് അതിലുള്ളവർ ഇറങ്ങിയിട്ട് വേണം നമ്മൾ കയറാൻ. അപ്പോൾ ഫാസും ഞാനും ഒന്നിച്ചാണ് ഇരുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൈഡ് സീറ്റിൽ കിട്ടിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കയറിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അമ്മച്ചിയും മാമിയൊക്കെ വേറെ എവിടെയോ ആണ് ഇരുന്നത്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് ബോട്ടിൽ പോയി അവിടെ ഇറങ്ങി. അപ്പോൾ അവിടെ ചെന്നാൽ കാണാം, അവിടെ എല്ലാം കണ്ടിട്ട് തിരിച്ച് വരാനുള്ള ക്യൂവിലാണ് കുറേ ആൾക്കാർ. അപ്പോൾ തിരിച്ച് നമ്മൾ ഇതുപോലെ ക്യൂ നിൽക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ കയറി വന്ന് ഇനിയിപ്പോൾ ഇവിടെ ചപ്പൽ ഇവിടെ ഒരിടത്ത് കൊടുക്കണം. നമുക്ക് ചെരുപ്പിട്ടകത്ത് കയറാൻ പറ്റത്തില്ല. അപ്പോൾ ആ ചപ്പലൊക്കെ അവിടെ വെച്ചിട്ട് നമ്മളകത്ത് കയറി. അപ്പം ചപ്പലിട്ടില്ലെങ്കിലും ചെരുപ്പില്ലെങ്കിലും നമുക്ക് ഭയങ്കര ചൂടൊന്നുമില്ല കേട്ടോ. ഇത് ഈ കല്ലിൻ്റെ തറയായതുകൊണ്ടാവാം, ഫുള്ള് കല്ലാണ്, അതുകൊണ്ടാവാം നമുക്ക് തണുപ്പ് തോന്നുന്നുണ്ട് കാലിന്. അപ്പം ഇതാണ് ഒരു ബിൽഡിങ്. പിന്നെ അതിനപ്പുറത്തൊരു അമ്പലം പോലെ വേറൊരു ബിൽഡിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ഇതാണ്. കടൽ കാണാം, പിന്നെ കുറേ ബിൽഡിങ്സ് അങ്ങ് ദൂരെ കാണാം. അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിയും പിന്നെ കുറേ അല്ലാത്ത കന്യാകുമാരി ടൗൺ ആവാം അത്. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ പതുക്കെ നടന്ന് ആ ബിൽഡിങ്ങിൻ്റെ അടുത്തോട്ടൊക്കെ എത്തി കേട്ടോ. അപ്പോൾ ആ അമ്പലത്തിൽ കാണുന്നത് ഇതിനകത്ത് ഒരു പാറയിൽ ഒരു കാൽപാദത്തിൻ്റെ രൂപം കാണാൻ പറ്റും. അത് സീതാദേവിയുടെ കാൽപാദമാണെന്നാണ് ഐതിഹ്യം. പക്ഷെ അതിനകത്തേക്കൊന്നും നമുക്ക് വീഡിയോ അലൗഡ് അല്ല. അപ്പോൾ നമ്മളതൊക്കെ കയറി കണ്ടിട്ട് ഇറങ്ങി വന്നു. പിന്നെ ഈ ഒരു ബിൽഡിംഗ് ഉണ്ടോ, ഇതിനകത്തും ഒരു സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ബിൽഡിങ്ങിനകത്ത് ഭയങ്കര കാറ്റാണ് കേട്ടോ, അടിപൊളി കാറ്റാണ്, നല്ല തണുപ്പാണ്. അപ്പോൾ അതിനകത്തൊക്കെ ഇങ്ങനെ കയറിയിരുന്ന് കുറേ നേരം അതൊക്കെ കണ്ട് ഇങ്ങനെ കറങ്ങി നടന്നു. അപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് വിവേകാനന്ദ പാറ കാണാൻ പറ്റും. കുറച്ചുകൂടെ അടുത്ത് കാണാം. പക്ഷെ അങ്ങോട്ട് അടുത്ത് പോകാൻ പറ്റത്തില്ല, പാറയിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം ഇവിടെ നിന്ന് കാണാം. അങ്ങനെ നമ്മളെല്ലാവരും വ്യൂ ഒക്കെ കണ്ട് കുറേ നേരം കറങ്ങി നടന്നു. ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് കാണാം, ഇവിടെ ഉള്ളത് ഇതുണ്ടോ, സൺ ടൈം എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ സൺ റൈസ് കലണ്ടറാണ്. അപ്പോൾ ഓരോ മന്തിലും സൺറൈസ് ഏത് ഭാഗത്താണെന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ ഓരോ മന്തിലും സൺറൈസിൻ്റെ ഏരിയ വ്യത്യാസമാണ്, ഡയറക്ഷനിൽ നല്ല ചേഞ്ച് ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ ആ ബിൽഡിങ്ങിൽ നിന്ന് ഇങ്ങനെ താഴെ ഇറങ്ങി. അപ്പോൾ അവിടെ താഴെയായിട്ട് ഒരു മെഡിറ്റേഷൻ റൂമുണ്ട്. അവിടെയും നമുക്ക് വീഡിയോ അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ അതിനകത്ത് കയറിയാൽ നല്ലൊരു പീസ്ഫുൾ ഫീലിംഗ് ആണ് കേട്ടോ. ഒരു ഇരുണ്ട വെട്ടത്തിൽ ഇങ്ങനെ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യാം, നല്ല പീസ്ഫുള്ളായിട്ട്. അങ്ങനെ അതിനകത്തൊക്കെ കയറി അതൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങി വന്നു.
പിന്നെ ഇത് കണ്ടോ, ഇതൊരു ശുദ്ധജല സംഭരണി എന്ന് പറയാം. നിറയെ മീനൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, നമ്മുടെ കടലിനകത്തുള്ള ഒരു ശുദ്ധജല സംഭരണിയാണിത്. മഴവെള്ള സംഭരണി എന്നും പറയാം. അപ്പോൾ അത് ഒരു ഒരു വെറൈറ്റി സംഭവമാണ്. കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതുക്കെ ഇറങ്ങി കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത ക്യൂ നിന്നിട്ട് വേണം ഇനി ബോട്ടിൽ കയറാൻ അപ്പുറത്തെത്താനായിട്ട്. അങ്ങനെ അവിടെയും ക്യൂ നിന്ന് കുറച്ച് നേരം നിൽക്കേണ്ടി വന്നുള്ളൂ. നേരത്തെ നിന്ന പോലെ അത്രയും നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ബോട്ട് വന്ന് ആളെ ഇറക്കിയിട്ട് പിന്നെ നമ്മൾ കയറി, നമ്മൾ അപ്പുറത്തെ സൈഡിൽ പോയി ഇറങ്ങി. അപ്പം ഈ കന്യാകുമാരിയിൽ കഴിഞ്ഞ തവണ വന്നപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ ഇപ്പുറത്ത് വന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.